എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. വെണ്ടയ്ക്ക മപ്പാസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമുക്ക് ചോറിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും എല്ലാത്തിനും അടിപൊളി കോമ്പിനേഷനാണ്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ 20 വെണ്ടയ്ക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക എടുക്കുമ്പോൾ ഇളം വെണ്ടയ്ക്ക നോക്കി എടുക്കുക, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഒരു വെണ്ടയ്ക്കേനെ ഞാനൊരു 3 പീസൊക്കെ ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം 5 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ അതവിടെ വെണ്ടയ്ക്ക റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഞാൻ വീണ്ടും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരു 6 നല്ല എരിവുള്ള പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും മുളക് ചേർക്കുന്നത്. അപ്പോൾ എരിവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം വരെയൊക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് സവാളയൊക്കെ വഴന്ന് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് രണ്ടാം പാൽ തേങ്ങയുടെ 2ാം പാൽ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പാലിൻ്റെ പൊടി 1.5 കപ്പ് വെള്ളത്തിൽ കലക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതാ നമ്മുടെ തേങ്ങാപ്പാലും വെണ്ടയ്ക്ക എല്ലാനും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. ഒരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരി ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് പുളിയുടെ അളവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം പുളി ഉണ്ടാവും. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് 1ാം പാൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഞാൻ തേങ്ങാപ്പാലിൻ്റെ പൊടി കലക്കി എടുത്തിരിക്കുന്നതാണ്. 1/4 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിൻ്റെ പൊടി കലക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1ാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് കറിയിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്